ഹലോ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ തൻ്റെ കാവ്യസങ്കല്പ മാധുര്യങ്ങളെ വാരി വിതറിയ അനശ്വരനായ വയലാർ രാമവർമ്മ കരകാണാ കയങ്ങളിലൂടെ പോയി മറഞ്ഞിട്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമ്മളിൽ രാഗപരാഗങ്ങളായി ആത്മാവിൻ്റെ കാണാത്ത തന്ത്രികളെ ഇന്നും മീട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? തോൽക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരെ ജീവിപ്പിക്കുന്ന സ്മരണയുടെ പേരാണ് വയലാർ രാമവർമ്മ. 13 വർഷം ചലച്ചിത്ര ഗാനത്തിൽ വിസ്മയ സമൃദ്ധി സൃഷ്ടിച്ച കാവ്യോപാസകൻ പ്രപഞ്ചത്തിലെ 13 വർഷം ചലച്ചിത്ര ഗാനത്തിൽ വിസ്മയ സമൃദ്ധി സൃഷ്ടിച്ച കാവ്യോപാസകനാണ് വയലാർ രാമവർമ്മ. പ്രപഞ്ചത്തിലെ എന്തൊക്കെ വിജ്ഞാനമുണ്ടോ അതെല്ലാം ഗാനത്തിൽ പരിഭാഷപ്പെടുത്തിയ സരളമധുരമായി നമ്മളിലേക്ക് എത്തിച്ചു തന്ന സ്നേഹദൂതൻ. ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങൾക്കും ചൈതന്യത്തിൻ്റെ പ്രഭാപൂരം വിതർത്തി നിറവാർന്ന സൗന്ദര്യ സരോവരത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന മൃണാളങ്ങളാണ് കാവ്യഗന്ധർവൻ്റെ ഓരോ ഗാനങ്ങളും. വളരെ വൈകിയാണെങ്കിലും കാവ്യഗന്ധർവൻ്റെ ഗീതങ്ങളുടെ ഉപാസകനായി മാറ്റിയ എന്നിലെ ചേതനയുടെ ചേതോവികാരം എന്താണെന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ അവശേഷിക്കുന്നു. ഓരോ ചലച്ചിത്ര ഗാനങ്ങളും വിസ്തരിച്ച് പ്രിയ ശ്രോതാക്കളിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ പൂർവ്വകാല യുവത്വത്തിലേക്ക് തിരിച്ചു പോകുന്ന അനുഭവം ഉളവാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ടെക്നോളജിയുടെ ബ്ലെസ്സിങ്സായ യൂട്യൂബ് ചാനലിലേക്ക് വയലാർ സ്മൃതിയുടെ വോയിസ് ക്ലിപ്പ് ഇന്നു മുതൽ മാറുകയാണ്. അതിൻ്റെ ഓരോ ശ്രോതാക്കൾക്കും ആ യൂട്യൂബ് ചാനലിൻ്റെ ക്ലിപ്പ്, ദാറ്റ് മീൻസ് യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെ എന്താണ് പറയണേ, ആ ഒരു വോയിസ് ക്ലിപ്പ് ഇന്ന് അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാവർക്കും ലിങ്ക് അയച്ചു തരാം. ഐ എം സോറി, ചിലപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ടാപ്പ് ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എത്തി ഈ വയലാർ സ്മൃതിയുടെ ഗാനം അല്ലെങ്കിൽ വിസ്തരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഈ ശ്രവണത്താൽ കണ്ടുമുട്ടാൻ അവസരം നൽകിയ നിറവാർന്ന രാവിനും അതിന് സമ്മതം നൽകിയ കാലത്തിനും കൂപ്പുകൈ കൊണ്ട് പ്രണമിക്കുകയാണ്. ഇന്നത്തെ വയലാർ സ്മൃതിക്ക് ശിവരഞ്ജിനി രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസ് ആലപിക്കുന്ന ഗാനമാണ് ഇന്നത്തെ ശിശിരരാവിന് ചന്ദനക്കുറി ചാർത്തുന്നത്. ഈ ഗാനം സാങ്കല്പിക പ്രണയ സല്ലാപമാണ്. നിത്യകാമുകിയെ ഓർത്തിരിക്കുന്ന കാമുകൻ ചിന്തകളാൽ മേലെ മാനത്ത് മേഘങ്ങളിൽ യാത്ര ചെയ്ത് തൻ്റെ പ്രേയസിയെ എത്തിപ്പിടിക്കാൻ നടത്തുന്ന ചിന്താശ്രമത്തെ കാവ്യബിംബങ്ങളാൽ അനാവരണം ചെയ്യുകയാണ് കവി ഇവിടെ. നമുക്ക് പല്ലവിയിലേക്കൊന്ന് പോകാം. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ചികയാവാൻ കൊതിച്ചു ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാൻ കൊതിച്ചു. എന്തൊരു മനോഹരമാണല്ലേ! നിത്യകാമുകിയുടെ മടിയിൽ ചിത്രവിഭഞ്ചികയാകാൻ കാമുകൻ കൊതിക്കുകയാണ്. എന്താണ് ചിത്രവിഭഞ്ചിക? വിഭഞ്ചിക എന്ന് വെച്ചാൽ വീണയാണ്. ചിത്രം കൊണ്ടുള്ള വീണയാകാം, അല്ലെങ്കിൽ സാങ്കല്പിക വീണയാകാം. ഇനി എന്താണ്? ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. എന്താണ് മൃണാളം? മൃണാളം താമരയാണ്. അപ്പം താമരപ്പൂവിൻ്റെ ഇതളുകളുടെ മൃദുത്വമുള്ള നിൻ്റെ കൈവിരലുകളാൽ, അതാണ് ആ മൃദുലാങ്കുലിയിലെ, മൃദുലാങ്കുലി എന്ന് വെച്ചാൽ കൈവിരലുകളാൽ പ്രേമ പല്ലവിയാകാൻ കാമുകൻ കൊതിക്കുകയാണ്. പല്ലവി ഗാനത്തിൻ്റെ 4 വരിയാണ്. അപ്പോൾ പ്രേമത്തിൻ്റെ 4 വരി പല്ലവിയാകാൻ വേണ്ടി കാമുകൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? തൻ്റെ നിത്യകാമുകിയുടെ മടിയിൽ
ചിത്രവിഭജിയിൽ കിടന്നുകൊണ്ട്. എന്തൊരു മനോഹരമായ ഭാവനയാണല്ലേ. നോക്കൂ, നമുക്ക് അനുപല്ലവിയിലേക്ക് വരാം. ആശകൾ സങ്കൽപ്പ ചക്രവാളത്തിലെ ആലോല വാസന്ത മേഘങ്ങൾ, അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തിന് ഹൃദയമാം പുൽക്കൊടി കൈനീട്ടി കൈനീട്ടി വെറുതെ കൈനീട്ടി. നോക്കൂ, ആശകൾ അറിയാലോ, സങ്കല്പങ്ങളല്ലേ അല്ലേ. ഇവിടെ എന്താ അനുപല്ലവിയിൽ പറയുന്നത്? അനവരതം കണ്ടുമുട്ടാൻ അവസരം ലഭിക്കാതെയാകുമ്പോൾ കവിതാക്കൾ അവരുടെ സങ്കല്പ ചക്രവാളത്തിലേക്ക് ചിന്തകൾ വഹിക്കുന്ന തേരിൽ അവർ യാത്രയാകുകയല്ലേ. അതാണ് അനുപല്ലവിയിൽ കൂടി കവി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ആശകൾ ഒരുക്കിയ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാൽ ഒരുക്കിയെടുത്ത സങ്കല്പ ചക്രവാളത്തിൽ, അതാണ് ആശകൾ സങ്കല്പ ചക്രവാളത്തിൽ. ആശകൾ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആശകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളാൽ ഒരുക്കിയെടുത്ത സങ്കല്പ ചക്രവാളത്തിൽ ആലോല വസന്തമേഘങ്ങൾ. ആലോലം എന്നൊക്കെ പറഞ്ഞാൽ മെല്ലെ മെല്ലെ ചലിക്കുക ആണ്. അപ്പം മെല്ലെ മെല്ലെ ചലിക്കുന്ന വാസന്തമേഘങ്ങൾ. എന്താണ് വാസന്തമേഘങ്ങൾ? യൗവനയുക്തിയായ മേഘങ്ങളാണ്, യുവത്വമുള്ള മേഘങ്ങൾ. ആ മേഘങ്ങളുടെ ചിറകിലെ കണ്ടോ, അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തിന്, വൈഡൂര്യം എന്ന് വെച്ചാൽ നവരത്നങ്ങളിലെ ഒരു മുത്താണത്. അപ്പോൾ വൈഡൂര്യമുത്തിനെ ഹൃദയതന്ത്രികൾ കൊണ്ട് കൈനീട്ടുകയാണ്. അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തിന് ഹൃദയമാം പുൽക്കൊടി കൈനീട്ടി കൈനീട്ടി വെറുതെ കൈനീട്ടി. കണ്ടോ, ഇവിടെ യൗവനയുക്തിയായ മേഘങ്ങളിൽ ആ ചിറകുകളുണ്ട്. എന്താണ് ചിറക് ഉദ്ദേശിച്ചത്? ഇവിടെ യൗവനയുക്തിയായ മേഘങ്ങളിൽ കോർത്തിരിക്കുന്ന ചിറകുകൾ. ഏതാ ചിറകുകൾ? അദ്ദേഹത്തിന് പറക്കാൻ സാധ്യതയുണ്ടാക്കുന്ന ചിറകുകളെക്കുറിച്ച് കവി പറയുന്നത്, ആ ചിറകുകൾ കാമുകൻ പറയുന്നു എന്നിൽ വസിക്കുന്ന നീയാണെന്ന്. ആ ചിറകുകൾ എൻ്റെ കാമുകി തന്നെയാണ്, നീയാണ് എൻ്റെ ചിന്തയെ ചലിപ്പിക്കുവാൻ ചിറകുകൾ നൽകിയത്. കണ്ടോ, ഇന്ന് മനോഹരമാണ്. നോക്കൂ, അതിനാൽ ആ ചിറകിലിരിക്കുന്ന വൈഡൂര്യമുത്താണ് നീ. കണ്ടോ, ഞാൻ പറക്കുന്നത് നീയാവുന്ന ചിറകിലാണ്. ആ ചിറക് തന്നിരിക്കുന്ന നീ എൻ്റെ വൈഡൂര്യമുത്താണെന്ന്. ദൂരത്തിരിക്കുന്ന തൻ്റെ കാമുകിയെ പ്രശംസയാകുന്ന ലാളനയാൽ പൊതിയല്ലേ ഇവിടെ കാമുകൻ ചെയ്യുന്നത്. എന്തൊരു മനോഹരമായ വാഗ്മയങ്ങളാണല്ലേ. ഇത് ഉടലിൻ്റെ പ്രണയമല്ല, ഇത് ഉയിരിൻ്റെ പ്രണയമാണ്. ഇത് ഉയിരിൻ്റെ പ്രണയത്തെയാണ് കവി ഉദ്ഘോഷിക്കുന്നത് അല്ലേ. ഈ ഉദ്ഘോഷിക്കുന്ന മഹാകവിയാണ് നമ്മുടെ ഗാനഗന്ധർവൻ. അത് മൃത്യുവിനെ പോലും പരാജയപ്പെടുത്തുന്ന മൃത്യുഞ്ജയ ബലതന്ത്രമാണ് പ്രത്യേകതേൻ്റെ. നമുക്ക് അടുത്ത ചരണത്തിലേക്ക് വരാം. ആശകൾ വാസര സ്വപ്നമാ പൊയ്കയിൽ ലാരോ വരക്കുന്ന ചിത്രങ്ങൾ, അവയുടെ കയ്യിലെ പാനപാത്രത്തിലെ അമൃതിന് ദാഹിച്ചു കൈനീട്ടി കൈനീട്ടി വെറുതെ കൈനീട്ടി. കണ്ടോ, ഇവിടെയും ആശകളാണ്, ഈ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആശകളാൽ വാസര സ്വപ്നം എന്ന് വെച്ചാൽ, വാസരം ഒരു പൊയറ്റിക്കൽ വേർഡാണ്. വാസര സ്വപ്നം എന്ന് വെച്ചാൽ പകൽ സ്വപ്നമാണ്. ഈ ആശകൾ കൂടുമ്പോൾ മനുഷ്യൻ കൂടുതൽ പകൽ സ്വപ്നം കാണുന്നു അല്ലേ. ആ പകൽ സ്വപ്നത്തിൻ്റെ കുത്തൊഴുക്കിൽ താനെ രൂപപ്പെടുന്ന തടാകത്തിൽ അല്ല പൊയ്കയിൽ ആരോ വരക്കുന്ന ചിത്രങ്ങളുടെ കയ്യിലെ പാണീതലത്തിലെ അമൃതിന് ദാഹിച്ചു കാമുകൻ കൈനീട്ടുകയാണ്. കണ്ടോ, ഇവിടെയും ചരണത്തിലും അമൃതായിട്ടുള്ള കാവ്യബിംബങ്ങളാൽ നിത്യകാമുകിയെ അണിയിച്ചൊരുക്കിയാണ് കവി ഇവിടെ.
ഞാൻ ഇതിലും കൂടുതൽ വിസ്തരിച്ച് നീണ്ടുപോകുന്നില്ല. യൂട്യൂബ് ചാനലിൽ അയച്ചു തരുന്ന ലിങ്ക് നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത് കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മയുടെ ഗീതങ്ങൾ അവരെയും കുളിരണിയിപ്പിക്കട്ടെ എന്ന് പ്രത്യാശിപ്പിക്കുകയാണ്. അവരെയും എന്ത് കുളിര്? ചന്ദനക്കുളിരണിയിപ്പിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഏവർക്കും ശുഭരാത്രി നേരുന്നുകൊണ്ട് ഈ ഗാനമൊന്ന് ആലപിക്കുകയാണ്. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ആശകൾ സങ്കൽപ്പ ചക്രവാളത്തിലെ ആലോല വാസന്ത മേഘങ്ങൾ അവയുടെ ചിറകിലെ വൈഡൂര്യമുത്തിന് ഹൃദയമാം പുൽക്കൊടി കൈനീട്ടി വെറുതെ കൈനീട്ടി. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ആശകൾ വാസര സ്വപ്നമാ പൊയ്കയിൽ ലാരോ വരക്കുന്ന ചിത്രങ്ങൾ അവയുടെ കയ്യിലെ പാനപാത്രത്തിലെ അമൃതിന് ദാഹിച്ചു കൈനീട്ടി വെറുതെ കൈനീട്ടി. നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. ആ മൃണാള മൃദുലാങ്കുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ഇന്നത്തെ വയലാർ ഗാനസ്മൃതി ഇവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാവർക്കും സുഖങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ നന്ദി. നമസ്കാരം.